എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ ഒരു പാസ്റ്റും ഒരു പ്രസൻറ്റും ഉണ്ട്. കാരണം ഞാൻ ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഇതൊക്കെ ഫിഗറേറ്റീവ് ലാംഗ്വേജ്, മിത്തിക്കൽ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ബൈബിളിനെ ഒരു കാലത്ത് മനസ്സിലാക്കിയിരുന്നത്. മിത്തിക്കൽ ലാംഗ്വേജ്, കെട്ടുകഥയെന്നല്ല. റിലീജിയസ് ലാംഗ്വേജ് ഈസ് ഓൾവേസ് മിത്തിക്കൽ ലാംഗ്വേജ്. അതുകൊണ്ട് അതിനകത്ത് പറയുന്നതൊക്കെ അങ്ങനെ ആ അർത്ഥത്തിൽ എടുത്താൽ മതി, അക്ഷരാർത്ഥത്തിൽ പലതും എടുക്കേണ്ടതില്ല എന്നൊക്കെ ഞാൻ വ്യാഖ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഒരു പാസ്റ്റ് എനിക്കുണ്ട്. കർത്താവിൻ്റെ കരുണയാണ്, അവകാശവാദങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്കിപ്പോൾ ഈ സന്ധ്യയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് നന്ദികേടാവും. ഞാൻ ഈ പുസ്തകത്തിലെ എല്ലാ വചനങ്ങളും സത്യമാണെന്ന് പൂർണ്ണമായും കണ്ണും പൂട്ടി വിശ്വസിക്കാൻ ഇപ്പം എനിക്ക് പറ്റുന്നുണ്ട്. അത് ഞാൻ നേടിയെടുത്തതല്ല, അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇപ്പം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രശ്നം ഇതായിരുന്നു എന്ന് ഞാൻ പറയുകയാണ്. അതായത് ബുദ്ധിയുടെ കെട്ട്. എനിക്കിത് വിശ്വസിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ.